CSCB നിങ്ങൾ റാങ്കിൽ നേടാൻ അല്ലെങ്കിൽ റാങ്കിൽ വരാൻ ഇടുന്ന എഫേർട്ടിൻ്റെ അത്ര ഇരണ്ട JSC കേരള ബാങ്കിലെ വരാൻ. അവർ അത്രയും പേരുടെ വലിയ ലിസ്റ്റ് ഒറ്റ തവണയല്ലേ വരുന്നത്. അല്ലാണ്ടൊന്നുമില്ല, പഠിക്കുക, എന്തായാലും കയറുമെന്ന് ഉറപ്പാണ്. ഓൺലൈനിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സഹകാര്യമെന്ന് പറയുന്നു. നല്ല മെൻറ്റേഴ്സാണ്, നല്ല നമുക്ക് സപ്പോർട്ടാണ്, ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ സഹായമാണ്. സഹകാരിയുടെ CSCB സക്സസ് സ്റ്റോറി സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ആദ്യത്തെ ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒപ്പിടുന്ന വരെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ശരിക്കും മിഥുൻ സഹകാരിലേക്ക് വരുന്നത് JSCക്കാണല്ലോടാ. JSCയിൽ അവൻ ഇച്ചിരി ഉഴപ്പി. അതായത് ഞാൻ എടുത്തു പറയാൻ കാര്യം CSCB നിങ്ങൾ റാങ്കിൽ നേടാൻ അല്ലെങ്കിൽ റാങ്കിൽ വരാൻ ഇടുന്ന എഫേർട്ടിൻ്റെ അത്ര ഇരണ്ട JSC കേരള ബാങ്കിലെ വരാൻ. അവർ അത്രയും പേരുടെ വലിയ ലിസ്റ്റ് ഒറ്റ തവണയല്ലേ വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 100-200 പേരുടെ ആ ഒരു ടോപ്പിൽ വന്നാലേ CSCB കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൽ വന്നതിന് ശേഷം എന്തായിരുന്നു അവസ്ഥ? കുഴപ്പമില്ല. പിന്നെ കേരള ബാങ്ക് ഉണ്ടായിരുന്നില്ല. കേരള ബാങ്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്ത് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞും പഠിത്തം നിർത്തിയില്ലവൻ. അപ്പോൾ അത് കിട്ടൂലെന്ന് ബോധ്യം വന്നപ്പോഴത്തേക്കാണ് പിന്നെ ഒരു വേറെ തുടങ്ങി. ചെറിയൊരു ഇല്ലാണ്ടൊന്നുമില്ല, ഒരാഴ്ച ഗ്യാപ്പ് വന്നിട്ട് അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്തു. ഒരു പിന്നെ നമ്മൾ CSCBയിലോട്ട് എത്തി. CSCBയുടെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിച്ചെടുത്തുകൊണ്ട് എത്ര ബാങ്കിൽ മക്കളെ ഫസ്റ്റ് റാങ്കിൽ വന്നേ? 2 ബാങ്കിൽ ഫസ്റ്റ് റാങ്ക്, പിന്നെ 1 ബാങ്കിൽ സെക്കൻഡ് റാങ്ക് വന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ കാലിക്കറ്റ് അർബനിലല്ലേ? കാലിക്കറ്റ് പന്നിയങ്കര സർവീസ്. ഓക്കെ. അപ്പം ഇതിന് നമ്മൾ CSCBക്ക് വേണ്ടി പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിന് അപ്പം നിന്റെ ലൈഫ് വെച്ചിട്ട് അതൊന്ന് പറയാമോ? നമ്മൾ ഈ ഡിലേ എടുക്കുന്ന ഗ്യാപ്പ് എടുക്കുന്ന പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഗ്യാപ്പ് എടുക്കരുത് തന്നെയാണ് പറയാനുള്ളത്. ഗ്യാപ്പ് എടുക്കാൻ പാടില്ല. ഗ്യാപ്പ് എടുത്താലേ നമ്മൾ എത്തൂല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുന്നതുകൊണ്ട് ഗ്യാപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാലാണ് പ്രശ്നങ്ങളൊക്കെ വരിക. ഓക്കെ. അവിടെ നമുക്ക് ഈ ഒരു ഓവറോൾ സ്റ്റോറിയിൽ നിന്നോടൊപ്പം നിന്ന ആൾക്കാരൊക്കെയാണ് ഹെൽപ്പ് ചെയ്ത? ഫാമിലി, ഫ്രണ്ട്സ്, സഹകാര്യത്തിൽ നിന്നുള്ള ഫ്രണ്ട്സുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ്? കമ്പൈൻ സ്റ്റഡിക്കുള്ളൊരു ഗ്രൂപ്പ് എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ഞാനും കാസർഗോഡുള്ളൊരു കുട്ടീണ്ടായിരുന്നു, ആൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സെക്രട്ടറിൻ്റെ ലിസ്റ്റിലൊക്കെ ഉണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ വരാൻ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ നല്ല സപ്പോർട്ട് ചെയ്തു, അച്ഛനും അമ്മയും. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ബാച്ചിലോട്ട് വന്നിട്ട് എൻ്റെ പ്രോസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. മെൻറ്റർഷിപ്പ് എത്രത്തോളം നിങ്ങൾ ആരായിരുന്നു മെൻറ്റർ? ആരായിരുന്നു? ദീപ്തി മേഘയായിരുന്നു. എക്സ്റ്റൻഷനിൽ മേഘയും പിന്നെ നീ ആവേശത്തിൽ കയറിയല്ലേ? ഞാൻ ആദ്യം വന്ന സമയത്ത് 5 വർഷം അങ്ങനെ. അത് JSCയുടെ സമയത്ത്. അതിനകത്ത് എത്രത്തോളം നിനക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റി മൊത്തത്തിൽ അവരുടെ ഒരു ഹെൽപ്പോട് കൂടി? നല്ല ഹെൽപ്പാണ്. ഞാൻ മുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സഹകാര്യമെന്ന് പറയുന്നു. നല്ല മെൻറ്റേഴ്സാണ്, നല്ല നമുക്ക് സപ്പോർട്ടാണ്, ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ സഹായമാണ്. ഇതിലൊക്കെ എനിക്ക് ഒരുപാട് ഒരു എക്സലൻസിലേക്ക് ഉയരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നിരിക്കുന്നത്. അപ്പം നിനക്ക് ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന കുട്ടികൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കാനുള്ളത്? CSCBയിൽ ഒത്തിരി പേര് എഴുതുന്നുണ്ട്, അടുത്തെത്തി പോകുന്നുണ്ട്. അല്ലാണ്ടൊന്നുമില്ല, പഠിക്കുക, എന്തായാലും കയറുമെന്ന് ഉറപ്പാണ്. അതിന് മാത്രം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവർക്കും വിജയാശംസ നേരെയാണ്. മിഥുനോടൊപ്പം നന്ദി.